നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് പെറിച്ചിട്ടൊന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കണം അല്ലേ? കുറച്ചേ ഉള്ളൂ. ഇതേ നമുക്ക് എല്ലാം ഇതിങ്ങനെ മൂത്തുണ്ട് കേട്ടോ. അപ്പൊ ഇന്നവിടെ കംപ്ലീറ്റ് പച്ചമുളക് അങ്ങോട്ട് പറിക്കുക, കൊണ്ടാട്ടം ഉണ്ടാക്കുക. ഞാനപ്പോ ഈ ഏരിയ ഒക്കെ ഒന്ന് പൊളിച്ചിട്ടേ. അപ്പൊ നമ്മുടെ വഴുതിരിങ്ങ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഉണ്ടായ വഴുതിരിങ്ങ കംപ്ലീറ്റ് ഇങ്ങനെ വാടി വാടി പോവുക. അപ്പൊ ചേട്ടൻ തന്നെ പറയുന്നത് വേര് നല്ലോണം ഉള്ളതാണല്ലോ, അപ്പൊ അത് താഴോട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നില്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഈ ചെറുതിനൊക്കെ കേട്ടോ, ഇതൊന്നും നമ്മളിങ്ങനെ പുഴക്കുന്നില്ല, ഈ ചെറുതിനൊക്കെ എടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുക അല്ലേ. ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുല്ലൊക്കെ ചെത്തിയിട്ട് നീറ്റാക്കിയിട്ട് നമുക്ക് ഇതൊന്നും അങ്ങടെ അടുക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മണിത്തക്കാളിയൊക്കെ പുഴക്കി കളയാനാണ് ചേട്ടൻ പറയുന്നത്. പക്ഷെ ഇവിടെ 4 എണ്ണൊക്കെ ഞാൻ നിൽക്കുമ്പോ കളയണോ? ഇത് അതൊന്നും ഉണ്ടാവുന്നില്ല. കാരണം അത് വേണ്ട, അത് വെറുതെ ഇങ്ങനെ ഒരു 3-4 ഉണ്ടാവുന്നല്ലാണ്ട് ഉപകാരത്തിന് നമുക്ക് കിട്ടില്ല. പിന്നെ വെറുതെ അങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം? പച്ച തിന്നണ് എങ്ങനെയുണ്ട്? പൊളിച്ചിട്ട് വയ്യ, അതിന് ഒന്നും ഉണ്ടാവില്ല, ഒരു പുളിപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ മണിത്തക്കാളിക്ക് അങ്ങനെ ഇല്ല, പുളിപ്പില്ല, കഴിക്കുന്ന നല്ല രസമുണ്ട്. പക്ഷെ എന്നാലും ചേട്ടൻ പറഞ്ഞ അത് കളയാൻ. അപ്പൊ ഞാൻ ഈ പച്ചക്കൊക്കെ കഴിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ സുന്ദരിച്ചീര കുറച്ച് മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിലും നമ്മൾ ചീര കൃഷി ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലേ, സുന്ദരിച്ചീരയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ചേട്ടൻ പുറത്ത് പോയപ്പോ വരുമ്പോ മേടിച്ചിട്ട് വന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പൊ പച്ച നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുണ്ടല്ലോ, അപ്പേക്ക് പുഴുക്കേട് വന്നിരിക്കുന്നു. പക്ഷെ ഇതിന് കുറച്ച് കുറവായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷെ ഉള്ളത് ഉണ്ടായില്ലേ കാന്താരി? ഇതിനൊക്കെ നല്ല നീളം വന്നു. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഇത്ര. ചേട്ടൻ്റെ കളക്കിൽ അങ്ങനെ സ്പീഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം വെയിൽ വരുന്ന സമയത്തുണ്ടല്ലോ ചേട്ടൻ്റെ കളയ്ക്കും സ്പീഡ് പെട്ടെന്നായിരിക്കും കൂടുക. കാരണം ഇപ്പോഴത്തെ ചൂടറിയാലോ, നല്ല ചൂടാണ് കേട്ടോ, ഒന്നാന്തരം ചൂടാണ്. വൈകിട്ടാകുമ്പോൾ ജസ്റ്റ് ഒരു മഴ കിട്ടുന്നെങ്കിലും രാവിലെ ആവുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് കണ്ടില്ലേ, കള കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് സ്പീഡിൽ കളിക്കുന്നത് കണ്ടോ. കാരണം ആ വെയിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാട്ടോ. ഇതിപ്പോൾ മൈക്ക് വെച്ചിട്ട് ചേട്ടൻ സംസാരിച്ചതായിരുന്നു. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സൗണ്ടൊന്നും കേൾക്കുന്നേ ഇല്ല. അപ്പം ഞാൻ വീണ്ടും സൗണ്ട് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഈ ഭാഗം കംപ്ലീറ്റ് ചേട്ടനാണ് ഇതിങ്ങനെ കളക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന വരുമ്പോഴാണ് ഇതിൻ്റെ വീഡിയോയിൽ സൗണ്ട് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ആ ഭാഗത്തുമ്പോഴും അതേ സൗണ്ടൊന്നും കേൾക്കണില്ല കേട്ടോ. സ്പീക്കറിന് എന്താണെന്നറിയില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ പ്രശ്നമാണ്. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന മുളകൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ പയർ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവിടെയും കൂടി കുറച്ച് നമ്മുടെ എന്താ പറയുക ഉണ്ടമുളക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ അത് പഴുത്ത് നിൽക്കുകയാണ്, അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആകത്തിരി കിട്ടിയുള്ളൂ. പക്ഷെ നമുക്കത് ചേട്ടന് ഭയങ്കര ഇഷ്ടം, നമ്മൾ കൃഷി ചെയ്തിട്ട് അത് ഉണക്കിയിട്ട് ഇത് എന്താ പറയുക കൊണ്ടാട്ടാക്കണം എന്നുള്ളത്. ശരി, ഓക്കെ. അപ്പോൾ ഉള്ളതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടാട്ട ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മണിത്തക്കാളി പിഴുതെറിയാൻ പോവാട്ടോ. കാരണം ഒരു കൃഷി ചെയ്തിട്ടേ അയ്യോ ഇത് കാണുമ്പോ നോക്കിയേ, ഇത് നിർത്തണോ? നോക്കിയ ഒരു കൊലയില് നിറയെ ഉണ്ടാവണമെന്നല്ലേ പറയാ. ഇതിലിപ്പോ 2, 4, 6, 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ട്. അത് കയ്യിൽ വെച്ചാ മതി. ഈ സാധനം യൂട്യൂബില് വീഡിയോസ് കണ്ടിട്ട് മൂപ്പര് പോയി കൃഷി ചെയ്താണ്. യൂട്യൂബില് വീഡിയോസ് പറഞ്ഞ് അത് സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. അപ്പൊ ആ സാധനത്തിന് കൊണ്ടുപോയിട്ട് മൂപ്പര് കൃഷി ചെയ്ത് നോക്കിയാണ്. ഉണ്ടായ റിസൾട്ട് ഇതാണ്. അവസാനത്തെ നിമിഷത്തിൽ ഇത് 5-6 ഉണ്ടായിരുന്നു. അതായത് ചൊവ്വാഴ്ച കിട്ടിയത് എനിക്കാണ് തോന്നുന്നില്ല. അപ്പൊ വെറുതെ നേരം കളയണ്ട, ആ ഗ്രോ ബാഗ് കംപ്ലീറ്റ്
നമ്മുടെ സുന്ദരി ചീര കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് വെക്കാന്നാണ് വിചാരിച്ചു. അത് കംപ്ലീറ്റ് അങ്ങനെ പൊളിച്ചാൽ മതി, ഒന്നും നോക്കണ്ട. ഒരു 10 ഗ്രോ ബാഗിൽ അങ്ങോട്ട് വെച്ചോ. ഞാൻ അപ്പോഴേക്ക് ഏരിയ എടുക്കട്ടെ. ലാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണോ? വേണ്ട വേണ്ട വേണ്ട. ഈ കാണുന്നത് നമ്മുടെ കട്ടലാണ്. കട്ടിലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാതിൽ വെക്കണത് കേട്ടാ, വാതിൽ വെക്കുന്ന കട്ടിലാണ് കട്ട്ല. അപ്പൊ നമ്മൾ 4 വാങ്ങിച്ചിട്ടുണ്ട്. ഈ 4 വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ചെറുതായിട്ട് ചെതല് കയറിയ മാതിരി വന്നു. അപ്പൊ അതുകൊണ്ട് ഈ സാധനം 4 നമ്മൾ മേടിച്ചു വെച്ചാണ്. നമ്മളിപ്പോ ഈ വീഡിയോയിൽ എന്താ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 കട്ട്ല നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി വന്നിട്ട് ഇവിടെ കയറ്റി വെക്കാനായിട്ട് കണ്ട. ഇതിന്റെ കനെന്ന് പറഞ്ഞത് എന്താ, ഒരു കനവുമില്ല. എന്താ സിമ്പിൾ ആയിട്ട് ഇതിന് നമുക്കിതാ ഒരു കൈ കൊണ്ടാ പൊങ്ങണം. അപ്പൊ ഈ ഒരു കൈ കൊണ്ട് ഇതാ സിമ്പിൾ ആയിട്ട് പൊങ്ങുന്ന സാധനമാണ്. അപ്പൊ 2 പേർക്ക് പോലും പിടിക്കാൻ, ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പൊ ഈ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റിയ സാധനത്തിന് ഇതിനെടുത്തിട്ട് ഇതെങ്ങനെ എന്താ ഇതിന്റെ ഇത് കണ്ട, അതായത് നിസ്സാര സാധനമാണ്. ഇതിനെടുത്തിട്ട് ഇവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള യൂണിയൻകാര് 500 രൂപയാണ് മേടിച്ചത്. 500 രൂപ എന്നുവെച്ചാൽ ഈ 4 എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് എടുത്ത് ഇവിടെ വെക്കാൻ വേണ്ടിട്ട് 500 രൂപ. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്രയും പറ്റിക്കലെന്ന് പറയണത്? അപ്പൊ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം ഞാൻ ഇത് ചെറിയ പണികളാണ്. അപ്പൊ ചെറിയ പണിക്ക് അതിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് പണി വീണ്ടും ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പണി പിന്നെ ഇല്ലാണ്ടായി വരുള്ളൂ. കാരണം ഇനിയിപ്പോ നമ്മൾ ഒരാളിനെ എന്തായാലും യൂണിയൻകാരൻ ഇവിടെ വിളിച്ചു വരുത്തില്ല ഇറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനും വലിയ സാധനം നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള സാധനത്തിന് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അത് അവര് വിളിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം എനിക്ക് നമുക്ക് ഇറക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റാത്തത് അവരിനോട് വിളിച്ചിട്ട് നമുക്ക് ഇറക്കിക്കേ വേണ്ടു. അങ്ങനെയാണ് ചെയ്യാനുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, മനസ്സിലായില്ലേ? ഇതിപ്പോ എനിക്കും പ്രീക്കും കൂടിയിട്ട് കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റിയ സാധനമാണ്. പക്ഷെ ഞാനിവിടെ ഇല്ലാണ്ടായി പോയിട്ട് അപ്പൊ വിളിച്ച് പറയുമ്പോഴേക്കും അവരപ്പോഴേക്കും യൂണിയൻകാര് ഓടി വന്ന് വണ്ടിയിൽ കയറൽ കഴിഞ്ഞ് ഇവിടെ കൊണ്ട് ഈ സാധനം ഇറക്കാൻ കഴിഞ്ഞു 500 രൂപ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് പോയി. അപ്പൊ നിങ്ങൾ ഈ 500 രൂപ മേടിച്ചതിന് നിങ്ങൾക്ക് അഭിപ്രായം എന്താണ്? ഒന്ന് കമന്റ് ചെയ്യാം. ചീരക്കുള്ള മണ്ണ് നമ്മൾ റെഡിയാക്കണം കേട്ടോ. നമ്മുടെ ഗ്രോ ബാഗിലുള്ള എല്ലാ മണ്ണും കൂടി കൂട്ടിയിട്ട് കുറച്ച് ചാണകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പഴയ മണ്ണ് തന്നെ അതിൽ കുറച്ച് ചാണകം കൂടി മിക്സ് ആക്കി, ചാണകം കുറച്ച് കൂട്ടുക, ഒന്നും കൂടി കൊത്തി ഇളക്കിയിട്ട് ഇടുക. അപ്പൊ അത് കൂടി സെറ്റായി കിട്ടും. ചാണകത്തിലാ പുഴുണ്ടോ? അത് നോക്കിയാ ദൂരം വലുത്. ഇത് കോഴി തിന്നില്ലേ? കോഴി തിന്നാ പുഴുവാണ്. നോക്കിയാ എന്താ പോലെ മണ്ണൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ. ഇനി നമുക്ക് ഗ്രോ ബാഗ് വീണ്ടും നടക്കി ഈ മണ്ണില് ചകിരിയും ചാണകപ്പൊടിയും അതുപോലെ എള്ളുപിണ്ണാക്കും അതൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള സാധനം തന്നെ കേട്ടാ. പകരം നമുക്കിനി പ്രത്യേകിച്ച് വേറൊരു സാധനം ഇനി അഡീഷണൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് തന്നെ ഗ്രോ ബാഗിലാക്കുക, വീണ്ടും തൈകൾ വെക്കുക അല്ലേ? അതല്ല വേണ്ട. ഇനിയിപ്പോ 10 കുറച്ച് ചാണകപ്പൊടി മേൽവശത്ത്, അത് തണുപ്പ് നിൽക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കും. ഞാൻ ആ കഴിഞ്ഞ ചീര വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ സുന്ദരി ചീരനെ വെച്ചപ്പോൾ ഞാൻ അതുപോലെ ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അതിന്റെ അടിഭാഗം ഡ്രൈ ആവണേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഏറ്റവും ടോപ്പിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ടാൽ നല്ലതാണ്. അതെ 5 കൈക്കോട്ട് മണ്ണ് 5 കൊണ്ടുപോകും. ഇനി കൊള്ളാണ്ടില്ലേ? ഇനിയും കൊള്ളും 5 പക്ഷെ അത്ര ആവശ്യമില്ല. ഇനിയിപ്പോ നമുക്ക് വളം ഈ വളം ഇതൊക്കെ ആയിട്ട് നമ്മൾ നിറയ്ക്കുമല്ലോ, അത് ഒഴിക്കുന്നതനുസരിച്ച് നമുക്ക് കുറേശ്ശെ മണ്ണ് കയറ്റിയിടാം. ഇതിപ്പോ മണ്ണ് കണ്ട നല്ല പൊടി മണ്ണായി കണ്ട ഇതുമാതിരി ആവണം. അപ്പൊ മണ്ണ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 ബാഗിനാണ് 10 ഗ്രോ ബാഗ്. അതില് ലേശം മണ്ണ് കുറവ്, അതൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരയുടെ ഒപ്പം തന്നെ അതിൻ്റെ അടുത്ത് പുറത്ത് വയ്ക്കണം അല്ലേ? വെയില് കൊള്ളിക്കാൻ അതൊന്ന് കൊള്ളിക്കണം. ബീട്രൂട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ബീട്രൂട്ടിന്റെ കൃഷിയാണ്. പറയാനും കിട്ടില്ല. അതിനാകെ എത്ര ഉള്ളു നോക്കാം. 2, 4, 6, 8 ഒരു 10 ഉണ്ടാവും. ഒരു 10 കട ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അവിടൊക്കെ വരുന്നതേ ഉള്ളൂ. പിടിച്ച് കിട്ടാനുള്ള ഒരു പാടുണ്ടല്ലോ അല്ലേ?
ഇതേ വിത്ത് നമ്മൾ പാകിയിട്ടല്ലേ അത്. ഇതൊക്കെ ആകുമ്പോ പിന്നെയും പിടിച്ചു കിട്ടുന്നേ. ഞാനിതേ ഒരെണ്ണത്തിന് രണ്ടാക്കിയിട്ട് എങ്ങനെയാട്ടോ വയ്ക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞ് 2 ഗ്രോ ബാഗിലേക്കായിട്ട്. അപ്പൊ അതില് എത്ര എണ്ണം ഉണ്ടാവും ഏകദേശം? ഇതേ ഒരു 3-4 ഉണ്ട് കേട്ടോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ പിടിക്കൂലോ. അപ്പൊ നന്നായി ചിലപ്പോൾ കിട്ടും ചെയ്യും കേട്ടോ. ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച കയറിയിരിക്കും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണല്ലോ ചെയ്തത്, അത്യാവശ്യം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണേ. അപ്പം നമ്മുടെ തൈയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ചെറുതായിട്ടൊരു നന കൊടുക്കണം. അപ്പം ഞാൻ ഇതേ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് പൈപ്പിൽ നനയ്ക്കാം. ഇതിപ്പോ കഴിയും തോന്നില്ല. എന്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇത് എളുപ്പം കഴിയുന്ന കേസല്ല. കാരണം ഇനി ഇവിടെ വൃത്തിയാക്കാനേ നല്ല സമയം പിടിക്കും. പിന്നെന്നുണ്ടെങ്കിൽ ഇത് കളിക്കുന്ന സമയത്ത് മണ്ണടക്കം പോരുകയാണ്. അത് കാരണം മണ്ണ് ഭയങ്കര വിലയുള്ളത് വെറുതെ ഇല്ല. ഈ പോത്തുകൂട്ടന്മാര് വരെ കഴിക്കാത്തത്. പോത്ത് കടിച്ചു വെച്ചിട്ട് കിട്ടുന്നില്ല. അത്രയും സ്ട്രോങ് ആണ് ഇതാണ്. അപ്പൊ അതുകൊണ്ട് അത് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ലേശം പണിയുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടേ കളച്ച് വരുമ്പോ അതാണ്. അപ്പൊ ഇത്രയും മണ്ണ് പോവും കണ്ട കളച്ച് വരുമ്പോ. അപ്പൊ അതാണ് ഈ സാധനം പോത്തിനടക്കം പുല്ല് പറിച്ചിട്ട് കിട്ടാത്തതിന്റെ കാരണം. അപ്പൊ ഇത് കളച്ചെടുക്കാനായിട്ട് നല്ലത് വല്ല ഉണക്കാനുള്ള മരുന്നൊക്കെ അടിച്ചാൽ നന്നായിരിക്കും. പക്ഷേ ഈ പോത്തുള്ള കാര്യമാണ് ഈ വിഷയം. മറ്റുള്ളവർക്ക് വയറ്റിളക്കം വരുവേ. അങ്ങനെ ഒരു വിഷയം ഉണ്ട്. ഇത് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാനിത് പോയിട്ട് നമ്മുടെ ഈ ചുവന്ന മുളക് മാറ്റിയിട്ടേ ബാക്കിയുള്ളത് ഞാൻ കൊണ്ടാട്ടത്തിനുള്ളത് നോക്കാം. അപ്പൊ ഒരു പിടി കൊണ്ടാട്ടം കഴിച്ചില്ല എന്ന് വേണ്ട, നമ്മള് കൃഷി ചെയ്തിട്ടല്ലേ കംപ്ലീറ്റ് ചെയ്തോ. അത്യാവശ്യം കുഴപ്പമില്ല. ആ ചോപ്പ് മാറ്റണം. ചോപ്പ് എന്തിനാ മാറ്റുന്നത്? അയ്യോ അത് എരിവ് കൂടും. അത് കുഴപ്പമില്ല. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോ കുറച്ച് എരിവൊക്കെ വേണം. അത് തൈരൊക്കെ ഇട്ടായിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ. അപ്പൊ എന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ചേട്ടന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.